afternoon all. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ച് നോക്കിയിരുന്നോ? ശരിയോ? നമ്മൾ ഓരോ അപ്രോച്ചുകളാണ് മോട്ടിവേഷൻ കാര്യങ്ങള് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാഷ്ലോന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മാഷ്ലോന്റെ ഇത് നമ്മൾ തീർത്തു അല്ലെ. ഇനി പുതിയൊരു അപ്രോച്ചിലേക്കല്ലേ വരുന്നത്? അപ്രോച്ച് ടു മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷൻ അല്ലെ. തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? മാഷ്ലോന്റെ നമ്മൾ ഫിനിഷ് ചെയ്തോ? കംപ്ലീറ്റ് ആക്കിയില്ലേ? പറയൂ. മാഷ്ലോന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ എസ്റ്റീം കംപ്ലീറ്റ് ആക്കിയില്ലേ? മാഷ്ലോ സജസ്റ്റ് ചെയ്തത് 5 ലെവൽസ് ഓഫ് നീഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു ആ ഫിഗറിൽ കാണുന്നതനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. മാഷ്ലോന്റെ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾക്ക് പുതിയൊരു ഇതിലേക്ക് വന്നത്. ഈ പാരഗ്രാഫ് കൂടി ഡിസ്കസ് ചെയ്തില്ലേ? ചെയ്തോ? Maslow's concept of the other തുടർച്ചയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. Maslow's concept of need hierarchy has a certain intuitive logic and has been accepted by many managers, but research has revealed several shortcomings of the theory. പറയുന്നത് എന്താണ്? ലോജിക് ഹാസ് ആക്സെപ്റ്റഡ് ബൈ മാനേജേഴ്സ്, ബട്ട് റിസർച്ച് ഹാസ് കുറെ മാനേജേഴ്സിനൊക്കെ ഇത് കുഴപ്പമില്ല അല്ലെ. ഈ പറഞ്ഞ രീതി ശരിയാണ്. അവരുടെ പുതിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ അതല്ലെങ്കിൽ പഴയ കാല ഇതിലൊക്കെ ആണെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള നീഡ്സിനൊക്കെയാണ് അല്ലെ, പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെയാണ് താല്പര്യമൊക്കെ ഉണ്ടാവുക. പക്ഷെ കുറച്ചും കൂടി ട്രെൻഡൊക്കെ മാറി. അപ്പോ ഈ ഒരു രീതി ചിലപ്പോ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. ബട്ട് റിസർച്ച് ഹാസ് റിവീൽഡ് സെവറൽ ഷോർട്ട്കമിംഗ് ഓഫ് തിയറി. ഫോർ എക്സാമ്പിൾ, സം റിസർച്ച് ഫൗണ്ട് ദാറ്റ് high levels of need are not always present and the order of the level is not always the same as postulated by Maslow. അവിടെ നമുക്കറിയാം ആ ഒരു 5 ലെവൽസ് ഇപ്പോഴും ആ ട്രഡീഷണൽ ആയിട്ട് പഴയ കാലഘട്ടത്തിലുള്ള ബേസിക്, ഇപ്പൊ നമുക്കറിയാം ഫുഡ് ഫീഡ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടുകളൊക്കെ മാറി അല്ലെ. അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമല്ല എംപ്ലോയീസ് ആദ്യം തന്നെ കമ്പനികളിലോ വലിയ വലിയ ഓർഗനൈസേഷനിലേക്ക് ആ സാക്ഷാത്കരിക്കുന്ന നടപടികളൊക്കെ ഫുൾഫിൽ ആണ് അല്ലെ. അപ്പൊ അതിന് അപ്പുറമുള്ള ആഗ്രഹങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രിഫറൻസ് വരുന്നത്. Moreover, it is difficult for organization to use the need hierarchy to enhance employee motivation. So ഈ പറഞ്ഞ നീഡ്സ് എന്താണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ട് ഈ നവഡേയ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എംപ്ലോയീസിന് പലർക്കും പല ബിഹേവിയർ ആണ്. സോ അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ കുറച്ചും കൂടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു രീതി അല്ലെ, അതിൽ നിന്ന് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള നീഡ്സ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായ കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോ നമുക്കറിയാം ഒരു പുതിയ അപ്രോച്ചിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ന്യൂ അപ്രോച്ചസ് ടു മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ പുതിയ അപ്രോച്ച് എന്ന് പറയുന്നത് ന്യൂ അപ്രോച്ചസ് ആർ ഇമാജിൻഡ് ടു സപ്ലിമെന്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ആൻഡ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഈ പറഞ്ഞ മോട്ടിവേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു തിയറിയാണ് അടുത്തതായിട്ട് വരുന്നത്. Two of the most promising are goal setting theory and the Japanese approach.
അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഗോൾ സെറ്റിംഗ് തിയറി ആൻഡ് ജാപ്പനീസ് അപ്രോച്ച് ആണ്. ആ ഒരു ഗോൾ സെറ്റിംഗ് തിയറി എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വലിയ ഷൂട്ട് ഔട്ട് ഒക്കെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. This approach to motivation has been coined in the USA by Edwin Locke and his associates in the 1980s. 1980 ഇത് എഡ്വിൻ ലോക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടത്തി USA-ലാണ് അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഗോൾ സെറ്റിംഗ് തിയറി സജസ്റ്റ് ദാറ്റ് മാനേജേഴ്സ് ആൻഡ് subordinates should set goals for the individuals on a regular basis as suggested by MPO. ഓക്കെ, അതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു തിയറിറ്റിക്കൽ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഷുഡ് സെറ്റ് ഗോൾസ്. പ്രാധാന്യമായിട്ട് വരുന്നത്, പണ്ട് നമ്മൾ പറഞ്ഞ മാതിരി എംപ്ലോയീസിന് ഒരു പിരിമീഡ് അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിലുള്ള നീഡ്സ് ആഗ്രഹങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ എംപ്ലോയി ഹാപ്പി ആയിരിക്കും. അവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ട്, ആൾക്കാർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ട് ഈ ഒരു ഡിഗ്രിമിഡിലുള്ള ഒരു രീതി അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ് എങ്കിൽ ഈ കാലഘട്ടത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആൻഡ് സബോർഡിനേറ്റ്, അതായത് അവിടെയുള്ള മാനേജേഴ്സും സബോർഡിനേറ്റും അല്ലെ മ്യൂച്വലി ഒരു ഡിസ്കഷനിലേക്ക് വരണം. ഗോൾ സെറ്റിംഗ് തിയറി സജസ്റ്റ് ദാറ്റ് മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ് ഷുഡ് സെറ്റ് ഗോൾസ് അല്ലെ. അവർ ഇരുകൂട്ടരും കൂടി ഗോൾ സെറ്റ് ചെയ്യണം. എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്നുള്ളത് മാനേജേഴ്സ് മാത്രം ഇൻവോൾവ് ചെയ്തിട്ടല്ല അവിടെ സെറ്റ് ചെയ്യേണ്ടത്. എന്താണ്, ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയും കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യണം. ലക്ഷ്യം എന്താണെന്നുള്ളത് നിശ്ചയിക്കണം. പറയുന്നു ഫോർ ദ ഇൻഡിവിജ്വൽസ് ഓൺ എ റെഗുലർ ബേസ് ആൻഡ് ആസ് സജസ്റ്റഡ് ബൈ MPO. എന്താണ് MPO എന്ന് പറയുന്നത്? അതായത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമ്മള് മാനേജ്മെന്റിന്റെ ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളതാണ് ഏതൊരു ഇൻഡസ്ട്രി സ്ഥാപിക്കുമ്പോഴും തീർച്ചയായിട്ടും തൊഴിലുടമ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ ലക്ഷ്യം മാനേജ്മെന്റ് മാത്രം ഡിസൈഡ് ചെയ്തിട്ട് എംപ്ലോയീസിനെ കൊണ്ട് നടപ്പാക്കി എടുക്കുക എന്ന് പറയുന്നതല്ല ഇച്ചിരി കൂടി നല്ലതായ രീതി എന്ന് പറയുന്നത്. എംപ്ലോയിനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് സബോർഡിനേറ്റ് അല്ലെ, തൊഴിലാളികളെ കൂടി അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരെ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കാം, ഇന്നതാണ് അല്ലെ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MPO എന്ന് പറയുന്നത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. These goals should be moderately difficult and very specific and of a type that the employee will accept and make a commitment to accomplish. അതായത് ഇത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, കാരണം തൊഴിലുടമയ്ക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ട്. പക്ഷെ അത് എംപ്ലോയിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എംപ്ലോയി വിൽ അക്സെപ്റ്റ് ആൻഡ് മേക്ക് എ കമ്മിറ്റ്മെന്റ് ടു അക്കംപ്ലിഷ്. അപ്പൊ എംപ്ലോയി അക്സെപ്റ്റ് ചെയ്യുന്നു, ഓക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തിയ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാലറി തരാം, നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ഇതൊക്കെയാണ്, നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റൂ അല്ലെ. അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ടൊക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇന്ന സാലറി തരാമെങ്കിൽ ഇത്ര റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെ. ഈ മാസം ഇത്രയും നമുക്ക് പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ഡെയിലി ഇത്രയും സംഭവങ്ങൾ, പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ ഇന്ത്യന്റെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ. അവിടെ എംപ്ലോയിനെയും കൂടി ഉൾപ്പെടുത്തിയും കൊണ്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ അവിടെ പറയുന്നു സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ദ എംപ്ലോയി വിൽ ആക്സെപ്റ്റ് ആൻഡ് മേക്ക് കമ്മിറ്റ്മെന്റ് ടു അക്കംപ്ലിഷ്. അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയി ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, നമ്മള് അല്ലെ ഡിസ്കഷൻ നടത്തുമ്പോൾ എംപ്ലോയി തന്നെ ഉൾക്കൊള്ളാണ്, ഓക്കെ ഞാൻ ചെയ്യാം, എനിക്ക് ഇത്രയും സാലറി തരുമ്പോൾ ഇന്ന രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാം, ഇന്ന രീതിയിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാം. അപ്പൊ അവിടെ എന്താണ് ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ബാധ്യത കൂടി അല്ലെ, ആ എംപ്ലോയിയുടെയും കൂടി ഒരു കടപ്പാട് തരികയാണ്, അതിന്റെ ഗോള് ഇത്ര ടൈമിനുള്ളിൽ നേടിയെടുക്കണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കിയെടുക്കുക, എംപ്ലോയറുടെ ആവശ്യമാണ് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗോൾ ആഗ്രഹിക്കുന്നുണ്ട്, ലക്ഷ്യം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടപ്പാക്കാനായിട്ട് എംപ്ലോയിക്ക്, അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. സോ അവരൊരു നിയമം ഉണ്ടാക്കിയിട്ട് എംപ്ലോയിനെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ള രീതിയല്ല. ഇൻ കേസ് അവരെന്തെങ്കിലും പ്രോത്സാഹനമൊക്കെ തരാമെന്നുള്ളത് നമുക്കറിയാം.
ഒരു പിരിമിഡില് നമ്മൾ കണ്ട അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കാൻ അവർ താല്പര്യമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയാണെന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഗോള് സെറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. അതനുസരിച്ചിട്ട് വരുമ്പോൾ അവർക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ബാധ്യതയുണ്ടാവും, ഒരു കടപ്പാടുണ്ടാവും. Rewards should be directly linked to achieved goals. നമുക്കറിയാം എങ്ങനെ നിങ്ങളിപ്പോ അല്ലെ ഇത് സെറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ വേണമെങ്കിൽ റിവാർഡ്സ് ഒക്കെ നിശ്ചയിക്കാം. എത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുക, ഇതിനപ്പുറം നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന റിവാർഡ്സ് മേടിക്കാം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ സജഷൻസ് എംപ്ലോയുടെ ഭാഗത്ത് സജഷൻസ് ഉണ്ടാവും. അത് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടിയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും പാരിതോഷികം പോരാ, അല്ലെ ഇത്രയും സാലറി കൂട്ടി തന്നാൽ പോരാ, ഇത്രയും ഇൻസെന്റീവ്സ് തന്നാൽ പോരാ, ഇത്രയും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലീവ് തന്നാൽ പോരാ, കുറച്ചും കൂടി തരണം, അല്ലെ അവിടെ അവരുടെയും കൂടി സൊല്യൂഷൻസ് വേണമെങ്കിൽ മാനേജ്മെന്റിന് കേൾക്കാം. ഇരു കൂട്ടർക്കും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് അവിടെ തീരുമാനത്തിൽ എത്തിക്കുകയാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് നേടാം. അല്ലെ അപ്പൊ അവിടെ ഡയറക്ട്ലി ലിങ്ക്ഡ് ടു അച്ചീവ് ഗോൾസ്. റിവാർഡ്സ് ഷുഡ് ബി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു അച്ചീവ് ഗോൾസ്. ഗോൾ അച്ചീവ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള പാരിതോഷികം കൂടി അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുകയാണ്. Involved in goal setting, employees see how their effort will lead to performance, reward and personal satisfaction. ഓക്കെ, അപ്പൊ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെ എത്ര എഫേർട്ടുകൾ എടുത്താലാണ് ഇത് നേടിയെടുക്കാൻ പറ്റുന്ന എംപ്ലോയിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിവാർഡ്സുകൾ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പേഴ്സണലായി അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറിയിൽ വന്നിരിക്കുന്ന ജസ്റ്റ് വായിച്ചു നോക്കാം. കാരണം ഇതിന്റെ ബാലൻസുകളാണ്. ഈ ഒരു തിയറി മനസ്സിലായാലാണ് ഇതിന്റെ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്ലാസ് ചെയ്യാൻ പറ്റുക. എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയറാണോ? ഇയർ ഒന്ന് നോട്ട് ചെയ്യാം. 1980s ആരാണ് കൊണ്ടുവന്നെന്നുള്ളത് നോട്ട് ചെയ്യാം. അതില് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സജസ്റ്റ് ചെയ്തായിട്ട് മാനേജേഴ്സ് ആൻഡ് സപ്പോർട്ടേറ്റ് ഷുഡ് സെറ്റ് ഗോൾസ്. ഓക്കെ, സെറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ കൂടിയാണ് സെറ്റ് ചെയ്യുന്നത്? മാനേജേഴ്സും സപ്പോർട്ടേറ്റും കൂടിയിട്ടാണ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. വീണ്ടും പറയുന്നു ഇത് വെരി സ്പെസിഫിക് ആൻഡ് ഓപ്പൺ type of employees accept and make commitment to accomplish. ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് when involved in goal setting, employees see how their effort will lead to performance, reward and personal satisfaction. ഇതെല്ലാം ഉൾപ്പെടാനായിട്ട് സാധിക്കുന്ന രീതിയിൽ, കാരണം അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് തന്നെ നിർണ്ണയിച്ചു പോകാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നു, അതോടൊപ്പം തന്നെ ലക്ഷ്യം സിദ്ധി ചെയ്യാനായിട്ട് ഇതിൽ ഇതുകൊണ്ട് ഈ തിയറി കൊണ്ട് സാധിക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് തിയറി, അതായത് അവരെ ഇൻവോൾവ് ചെയ്തിട്ട് ഹാപ്പിയാക്കി ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്.
The silent features of this theory are the following: specific goal, fixes the need of resources and efforts. Okay, ആവശ്യം അല്ലെ ഇവിടെ റിസോഴ്സസ് ആൻഡ് എഫേർട്സിന്റെ ആവശ്യം മനസ്സിലാക്കി തന്നെയാണ് ഗോൾ ഫിക്സ് ചെയ്യുന്നത് അല്ലെ. ഇത്രത്തോളം എംപ്ലോയീസ് ഇത്രത്തോളം ആവശ്യം അവരുടെ ഇത്രയും എഫേർട്ടുകൾ ആവശ്യമാണ് ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നത് അല്ലെ. നമ്മള് ഷെയർ ചെയ്യുമ്പോൾ പറയും ഓക്കെ ഇതേ കൊണ്ട് ഇത്രയും പറ്റും ഇത്രയും ഉൽപ്പാദിപ്പിക്കാനൊക്കെ. പക്ഷെ അവര് തന്നെ ചിലപ്പോൾ എംപ്ലോയീസ് തന്നെ സജഷൻസ് പറയും നമുക്ക് വേണമെങ്കിൽ 1 month നമുക്ക് ടാർഗറ്റ് ചേഞ്ച് ചെയ്ത് എത്രത്തോളം ചെയ്യാൻ പറ്റും നോക്കാം. അത് നെക്സ്റ്റ് വീണ്ടും മീറ്റിംഗ് കൂടിയിട്ട് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എത്രത്തോളം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അവർ കൃത്യമായിട്ട് തന്നെ അവലോകനം ചെയ്തിട്ട് അവിടെ നിർദ്ദേശിക്കും. ഓക്കെ എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതിനനുസരിച്ചിട്ടുള്ള അല്ലെ പേയ്മെന്റ് എനിക്ക് നേടി തരേണ്ടതാണ്. സോ അവിടെ ഫിക്സേഷൻ വരുത്തുന്നത് മതിയായ റിസോഴ്സും എഫേർട്ടും എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഗോൾ ഫിക്സ് ചെയ്യുന്നത്. The next feature നോക്കുകയാണെങ്കിൽ it increase performance. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളുടെ കൂടി അല്ലെ തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? അവരെന്തായാലും വർക്കൗട്ട് ചെയ്യും അല്ലെ. നമുക്ക് ഇത്രയും ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ടാർഗറ്റ്. സോ അത് അവരെന്തായാലും ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർ പരിശ്രമിക്കും. അധികമായിട്ട് അവാർഡ് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്രയും പെർഫോമൻസ് കൂടി കഴിപ്പിച്ചാലാണ് ഇൻ കേസ് അഡീഷണൽ ഇൻസെന്റീവ്സോ അല്ലെങ്കിൽ സാലറിയോ എന്തെങ്കിലും കിട്ടുള്ളൂ. സോ അവര് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് പെർഫോമൻസ് അവരുടെ വർക്കൗട്ട് കൂടുതലാക്കാനായിട്ടുള്ള സാധ്യതയാണ്. വീണ്ടും ഡിഫിക്കൽട്ട് ഗോൾസ് റിസൾട്ട് ഹയർ പെർഫോമൻസ് ദാൻ ഈസി ജോബ്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഡിഫിക്കൽട്ട് അല്ലെ. അവിടെ ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങൾ എളുപ്പമുള്ള ജോലികളേക്കാൾ ഉയർന്ന പ്രകടനത്തിൽ, അതായത് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും എളുപ്പമുള്ള നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഉള്ളിൽ പല പല ഡ്യൂട്ടികൾ ഉണ്ടാവാം, ഡിഫിക്കൽട്ട് കാര്യങ്ങളും ലക്ഷ്യങ്ങളുണ്ടാവും, ഈസി ആയിട്ട് ചെയ്യുന്നതാവുണ്ടാവും. എനിവേ നമുക്കറിയാം ഹയർ പെർഫോമൻസ് അവിടെ കൃത്യമായിട്ട് അവർ കാഴ്ചവെക്കും. കാരണം അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയാണെങ്കിലും കൃത്യമായിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. Then better feedback of results leads to better performance than a lack of feedback. പറഞ്ഞു അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ലക്ഷ്യം തീരുമാനിക്കുന്നത്. സോ അവര് മിക്കവാറും തീർച്ചയായിട്ടും എംപ്ലോയീസ് ഒരിക്കലും നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും എന്ന് അവര് പഠിപ്പിച്ച് പറയില്ല. കാരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള പ്രശ്നം അവർക്ക് തന്നെയുണ്ടാവും അല്ലെ. ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ചാലാണ് ഇത്രയും സാലറി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എഗ്രിമെന്റിന്റെ വ്യവസ്ഥയിലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്. സോ അവര് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ബെറ്റർ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇവിടെ ഗോൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബെറ്റർ ഫീഡ്ബാക്ക് ഓഫ് റിസൾട്ട് ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നല്ല ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാക്ക് ഓഫ് ഫീഡ്ബാക്കിന്റെ അപാകത അല്ലെ ഒരു ഫീഡ്ബാക്കിന്റെ ഒരു കുറവ് അവിടെ ഫീൽ ചെയ്യുന്നില്ല. അവര് കൃത്യമായിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ചിട്ട് തന്നെയാണ് അവിടെ തീരുമാനത്തിന് പങ്കാളിയാകുന്നത്. Participation of employees in goal has a mixed result. Okay, participation of an employee in goal has a mixed result എന്ന് പറയുന്നത് മിക്സഡ് റിസൾട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാവും അല്ലെ. നമ്മള് ചില ഡിഫിക്കൽട്ടുള്ള ടാസ്കുകളുണ്ട്, ഡിഫിക്കൽട്ടി പറഞ്ഞ ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ എംപ്ലോയീസ് ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലെ. ചില വർക്കുകൾക്കൊക്കെ കൂടുതൽ നല്ല ബെറ്റർ റിസൾട്ട് അവർ കാഴ്ചവെക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വർക്കുകൾക്ക് ഇത്രയും ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർ കൃത്യത്തെ കൺഫേം ചെയ്യും അല്ലെ. ഇത്രയും ടാർഗറ്റ് ഞാൻ ചെയ്യാം, പക്ഷെ ഇന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ന പെർഫോമൻസ് എനിക്ക് പറ്റുള്ളൂ. അത് 2 എണ്ണം ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ചെറിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ 4 എണ്ണം അതേ വർക്കൗട്ട് ചെയ്തിട്ടാണ് പറ്റുള്ളൂ അല്ലേ. അപ്പൊ അത് അത്രത്തോളം കൃത്യമായിട്ടുള്ള വേരിയേഷൻസ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. Participation in setting goals, however, increase acceptance of goals and improvements. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇൻക്രീസ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ഗോൾസ് അല്ലെ. നമ്മുടെ ലക്ഷ്യങ്ങളെ സ്വീകരിക്കാനായിട്ട് അവര് താല്പര്യം കാണിക്കും. കാരണം ഇൻവോൾവ് ചെയ്തിട്ട് തന്നെയാണ് ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് പങ്കാളിയായി തന്നെ അല്ലെ
എന്റെയും കൂടിയും ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യമെന്നല്ല, എന്റെയും കൂടിയും ലക്ഷ്യമാണ് ഇത് നേടിയെടുക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും, അപ്പോഴായിരിക്കും അവര് എടുക്കാനായിട്ട് തയ്യാറാകുന്നത്. Then goal setting theory has defined two factors which influence the performance. These are goal commitment, self-efficiency. രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവരെയും കൂടി പങ്കാളിയാകുന്നത് കൊണ്ട് ഒരു കടപ്പാട് അല്ലെ, ഒരു സെൽഫ് ഗോൾ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ലക്ഷ്യ രീതി എടുക്കണമെന്നൊരു കടപ്പാട് ഉണ്ടാവുന്നു. സെൽഫ് എഫിഷ്യൻസി, ഞാൻ പറഞ്ഞതാണ് ഇത്രയും നേടിയെടുക്കാം എന്നുള്ളത് അല്ലെ, അതൊരു എന്റെ ഒരു ആത്മധൈര്യത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനത് പറഞ്ഞത്. സോ സെൽഫ് എഫിഷ്യൻസിയോട് കൂടിയിട്ട് ആ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് അവരെപ്പോഴും ശ്രമിക്കും അല്ലെ, ഒരു കടപ്പാട് ആ ഓർഗനൈസേഷനോടും അവർ കാണിച്ചിരിക്കും. The mere act of goal setting does not ensure higher level of motivation among employees. In fact, there appear to be three important criteria that the goal must meet if they are to influence the behavior of organization members. They are goal specificity, goal difficulty, and goal acceptance. Okay. എന്താണ് അതിൽ പറയാനായിട്ടുള്ള കാര്യം പറയുന്നത്, മെയിൻ ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം തീരുമാനിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് മൂന്ന് കാര്യങ്ങൾ എന്താണ് അവിടെ പറയുന്നത്. ഇൻഫാക്ട് there appear to be three important criteria that the goal must be meet, must meet if they are to influence the behavior of organization members. അവരുടെ ഇടയിൽ, ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ അവരുടെ ബിഹേവിയറിൽ അല്ലെ, അവരുടെ പെരുമാറ്റത്തിൽ അത് ഉൾക്കൊള്ളിരിക്കും. എല്ലാ വ്യക്തികളുടെ മാനേജേഴ്സിനാണെങ്കിലും അറിയാം ഇതിന്റെ ലക്ഷ്യം ഇങ്ങനെ നേടിയിരിക്കും അല്ലെ, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ലക്ഷ്യം ഞാൻ മുടക്കിയിരിക്കുന്ന ഈ മുതലിനനുസരിച്ചിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. തൊഴിലാളികളാണെങ്കിലും ലക്ഷ്യമായിട്ട് ബിഹേവ് ചെയ്തിരിക്കും, എനിക്ക് കൊണ്ട് ഇത്രയും ചെയ്യാനായിട്ട് ഞാൻ അതാണ് മസ്റ്റായിട്ട് എഗ്രിമെന്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്, ഞാൻ കൂടി ഇൻവോൾവ് ചെയ്ത ഡിസിഷൻ എടുത്തത് കൊണ്ട് ഞങ്ങളത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അലസമായിട്ടൊന്നും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്ന് ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് പറയുന്നത് ഗോളില് എന്താണ് സ്പെസിഫിസിറ്റി ആൻഡ് ഗോൾ ഡിഫിക്കൽറ്റി ആൻഡ് ഗോൾ ആക്സെപ്റ്റൻസ് അല്ലെ. അവിടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ലക്ഷ്യം ക്രമീകരണം മാത്രം അല്ലെ, ജീവനക്കാരുടെ ഇടയിൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളും ഉത്പാദിപ്പിക്കുന്നത് പ്രചോദിപ്പിക്കണം അല്ലെ, വാസ്തവത്തില് ഞാനത് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ അത് ആ രീതിയിൽ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവരെ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും അല്ലെ. അപ്പൊ അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ എത്ര ബുദ്ധിമുട്ടാണ് എങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടും. കാരണം എന്നെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെ. ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എന്നെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ്. അപ്പൊ ഡിഫിക്കൽറ്റി ആണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ട് വരുന്നു. മൂന്ന് മാനദണ്ഡത്തിലേക്ക് അത് എത്തിപ്പെടേണ്ടതായിട്ട് വരുന്നു. കാരണം എംപ്ലോയിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് അവിടെ ഗോൾ സെറ്റ് ചെയ്തത്. സോ ഡിഫിക്കൽറ്റി നിറഞ്ഞതാണെങ്കിലും അവിടെ കൃത്യമായിട്ട് കടപ്പാട്, ഓർഗനൈസേഷനോടുള്ള കടപ്പാടോടും നമ്മുടെ സെൽഫായിട്ടുള്ള എഫിഷ്യൻസി അല്ലെ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് എന്റെ സ്വയം അഭിമാനത്തിനെ കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്, അത് സ്വീകരിക്കാനായിട്ട് അല്ലെ, ഗോൾ ആക്സെപ്റ്റൻസിലേക്ക് വിലമതിക്കാനായിട്ട് അവര് തയ്യാറാകുന്നതാണ്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് താഴേക്ക് വരുന്നുണ്ട് അത് എന്താന്നുള്ളത്. അത് മൂന്നും ഒന്ന് വായിച്ചു പോവുക. എന്താണ് ഫീച്ചേഴ്സ്, ഈ ഒരു ഗോൾ സെറ്റിങ്ങിന്റെ സവിശേഷതകൾ എന്താന്നുള്ളത് ജസ്റ്റ് നോക്കാം. ബൈഹാർട്ടൊന്നും പഠിക്കാൻ കേട്ടോ, തിയറി ആയതുകൊണ്ട് മാറി പറഞ്ഞ് പോവാതിരിക്കാനാണ് ഞാൻ സൈലന്റ് ആയിട്ട് പതിയെ പോകുന്നത്. പിന്നെ നമുക്ക് അധികം എടുക്കാനുമില്ല ഉണ്ട്. സോ നമുക്ക് ഈ ഓരോരോ തിയറി മാത്രം ഓരോ ക്ലാസ്സിൽ നമുക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു തിയറി ഉണ്ട്. 2 ക്ലാസ്സോടുകൂടി നമുക്ക് ക്ലോസ് ചെയ്യാം.
അത് റെസ്പോണ്ട് ചെയ്തില്ലേ? നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജാപ്പനീസിന്റെ തിയറി ആണ്. അത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ സെറ്റിംഗ് ഗോൾ ഓക്കെ സാധിക്കാം. സോ എന്തായാലും പതിയെ പതിയെ പോവുക. എന്താണ് ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറിയിൽ വിശേഷമായിട്ട് പറഞ്ഞിരിക്കണേന്ന് നോക്കാം. മോട്ടിവേഷൻ തിയറിയിൽ എന്തായിരുന്നു, അതൊരു പീരിയഡ് സാന്നിധ്യത്തിലാണ് നമ്മൾ ക്യാച്ച് ചെയ്ത് പഠിച്ചതെങ്കിൽ ഈ തിയറിയിൽ എന്താണ് സബോർഡിനേറ്റിനെയും കൂടി അല്ലെ എംപ്ലോയീസിനെയും കൂടി, അതായത് മാനേജേഴ്സ് ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സും കീഴ്തലത്തിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ് കീഴുദ്യോഗസ്ഥരും കൂടി ഒന്നിച്ചു നിന്ന്, അതല്ല എങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, തൊഴിലുടമയും തൊഴിലാളികളും ഒന്നിച്ച് ചേർന്നിരുന്നിട്ട് ഒരു തീരുമാനത്തെ എംപ്ലോയറും എംപ്ലോയീസും ഒന്നിച്ച് ഇരുന്നിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. സോ അങ്ങനെ വരുമ്പോൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ, ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും എംപ്ലോയീസ് അത് ചെയ്യാനായിട്ട് റിസ്ക് എടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കടപ്പാട് ആ ഓർഗനൈസേഷനോട് കാണിക്കും. കാരണം അവയും കൂടി മുൻപോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇൻ കേസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് തന്നെ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. കാരണം ഞാൻ അധികം വർക്ക് ചെയ്ത എനിക്ക് ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ കൂടി കിട്ടും അല്ലെ. അപ്പൊ രണ്ട് കാര്യവും അവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്, അതേപോലെ തന്നെ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്, ആ ഗോളിൽ അച്ചീവ് ചെയ്യാനായിട്ട് അതൊരു അക്സെപ്റ്റൻസ് ഡിഫിക്കൽട്ടിനെയും അത് സ്വീകരിക്കാനായിട്ടും എംപ്ലോയീസ് തയ്യാറാവും. ക്ലിയറല്ലേ? അതിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി പോവാം. കണ്ടിന്യൂ ചെയ്യാം. ഇതില് പറയുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ നോക്കാം. ഗോള് സ്പെസിഫിസിറ്റി നോക്കാം. അതിൽ പറയുന്ന കാര്യം എന്താണോ അവിടെ പറയാൻ കാര്യം, goals must be stated in specific terms if they are to motivate effective performance. അതായത് നമ്മള് അല്ലെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷന്റെ ബേസിലാണ് കോഴ്സുകൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ആദ്യം അത് ഇന്ന രീതിയിലൊക്കെ ചെയ്യണം. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ ടൈം എടുക്കും. ഒരു എന്താ പറയുക, സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും മറ്റേ ടൈമിൽ നമുക്ക് ഫുൾ പ്രൊഡക്ഷൻ നടത്തി നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അറ്റ് ടൈമിൽ നമുക്ക് ഫുൾ സർവീസ് അല്ലേ, അത് പതിയെ ആ സർവീസ് നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. എന്താണോ എയിം, ആ വലിയൊരു എയിം സാക്ഷാത്കരിക്കുന്നതിന് ചിലപ്പോൾ ഒരു ടൈം എടുക്കും. ആ ടൈം അനുസരിച്ചിട്ട് ഓരോ വർക്ക്ഔട്ട് ചെയ്തത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. സോ നമുക്കറിയാം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ സ്പെസിഫിക് ടേംസിലായിരിക്കും അത് കൈകാര്യം ചെയ്തു പോകുന്നത്. ഇഫ് ദേ ആർ ടു മോട്ടിവേറ്റ് എഫക്റ്റീവ് പെർഫോമൻസ് അല്ലെ, അവര് നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. കാരണം അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഫസ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അല്ലെ. നമ്മളെ ഫസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ടാർഗറ്റ് എന്തായിരിക്കണം, നെക്സ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കണം, അങ്ങനെ നമുക്ക് ഫുൾ ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും മുടക്കുന്ന മുതലനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഏത് ടൈമിൽ പറ്റും അല്ലെ. ആ ടൈമില് അതനുസരിച്ചിട്ട് നമുക്കറിയാം അവിടെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും അവിടെ ടേംസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലായിരിക്കും അവരെ വർക്കുകളൊക്കെ ഏൽപ്പിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴെന്താണ് ഒരു ഫലപ്രദമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവര് തയ്യാറാവും. Goal must be set in terms of a measurable criteria of a work performance, that is
number of unit produced, new sales, etc. And you must specify a time period within which the goal is to be attained. It also gives a sense of personal satisfaction and compassion to one person if he is able to make the specific goal. ഞാൻ പറഞ്ഞ ഗോൾ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ചിലപ്പോ അത് ഉത്പാദനത്തിന്റെ ഫിനിഷിംഗ് ഗുഡ്സിലേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ ഒരുപാട് മേഖലകൾ കവർ ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത് അല്ലെ. റോ മെറ്റീരിയൽസ് സംഭരിക്കണം, അതൊരു സെമി ഫിനിഷിംഗ് ഗുഡ്സിലേക്ക് ആക്കി, അതൊരു ഫിനിഷിംഗ് ഗുഡ്സിലേക്ക് ആക്കി. ഒരുപക്ഷെ നമുക്കറിയാം ചിലപ്പോൾ എക്സ്പോർട്ട് ഒക്കെ ചെയ്തിട്ടായിരിക്കും അതിന് മൂല്യം കണ്ടെത്തുന്നത്. എനിവേ ആ ഒരു ടാർഗറ്റുകളൊക്കെ കഴിഞ്ഞ് അല്ലെ ആ ഒരു മേഖലകളൊക്കെ കവർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എയിം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴും ഓരോ വർക്കുകൾ ഓരോരുത്തരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലെ അവിടെ പറയുന്നുണ്ട് വർക്ക് പെർഫോമൻസ് ക്രൈറ്റീരിയ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും അവിടെ കൈകാര്യം ചെയ്തു പോകുന്നത്. That is a number of units produced അല്ലെ ഓരോരുത്തരും എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം മറ്റടിക്കുന്ന അവിടെ വരെ എത്തില്ല. ഓരോ തലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്യുന്നത്. ന്യൂ സെയിൽസ് എക്സെട്ര ഇൻ കേസ് അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമല്ല അത് സെൽഫ് യൂണിറ്റിൽ പോയി കസ്റ്റമേഴ്സ് അത് വാങ്ങിച്ചു കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് അല്ലെ അതിന്റെ റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പൊ അവരിൽ നിന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വിറ്റഴിഞ്ഞിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ അല്ലെ ലാഭം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റും. സർവീസ് ആണെങ്കിലും അതെ കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. നമുക്കിപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിലും ട്യൂഷൻ സെന്റർ ആണെങ്കിലും എന്താണെങ്കിലും എത്രത്തോളം പേഴ്സൺസ് വന്നുപെടും അല്ലെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടണം നമ്മുടെ കസ്റ്റമേഴ്സ്. എങ്കിൽ മാത്രമാണ് ഈ മുടക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയീസും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും മിഷനറീസും ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവരിൽ നിന്നാണ് റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ചിലപ്പോൾ ചലഞ്ച് നിറഞ്ഞ ജോലികൾ ചില ടൈമുകളിൽ വരാം. ആ ടൈമിൽ എനിക്ക് ഉദ്ദേശിച്ച് പോകാനായിട്ട് പറ്റില്ല. കാരണം നമ്മളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് ഒക്കെ എടുത്തേക്കുന്നത് അല്ലെ. ചില ടൈമിൽ ഇതൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോകും. പക്ഷെ ചില ടൈമുകളിലൊക്കെ ചിലപ്പോൾ വർക്ക് ലോഡ് വരും. അപ്പൊ ആ ടൈമിലൊന്നും വർക്ക് ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളെയും കൂടി കൂട്ടി നിർത്തിയിട്ടാണ് അവിടെ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ നോക്കുക എന്താണ് അവിടെ പെർഫോമൻസ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, ന്യൂ സെയിൽസ് എക്സെട്ര ഇതെല്ലാം തന്നെ നല്ല മാനദണ്ഡം കീപ്പ് ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്ത് പോകുന്നത്. I must specify a time period within which the goal is to be attained. ഏകദേശം ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ. ഇത്രയും സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വിപണന മൂല്യങ്ങളൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും റിട്ടേൺ കിട്ടുന്ന ഒരു ടൈം പീരീഡ് ഒക്കെ എന്തായാലും ഇരുകൂട്ടരും കൂടി ആലോചിച്ച് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. It also give a sense of personal satisfaction and accomplishment to workers if he is able to meet the specific goal. അപ്പൊ നിശ്ചിത ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ മാനദണ്ഡങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സാറ്റിസ്ഫാക്ഷനും കൂടി അത് കൂടി കോമ്പോ ചെയ്ത് അല്ലെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കും ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗോൾ സ്പെസിഫിക് അല്ലെ അവിടെ പറയുന്നുണ്ട്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. വീണ്ടും ഗോൾ ഡിഫിക്കൽട്ട് ചലഞ്ച് നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ഇതിനിടയിൽ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ വെല്ലുവിളികൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്തായാലും there exists a relationship between goal difficulty and work motivation. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് കയറുന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന അവസരങ്ങൾ ഉണ്ടാവാം. ആ ടൈമിൽ നമുക്ക് പ്രേരക ഘടകമായിട്ട് ചില കാര്യങ്ങൾ നിലകൊള്ളേണ്ടതുണ്ട്. The more difficult and challenging the goal, the higher the level of inspiration and performance. ആ ടൈമിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രചോദനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകടനം നടത്താനായിട്ടുള്ള പ്രചോദനം ആവശ്യമാണ്. But it is essential to achieve these goals be set at a level that are realistic to a person. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോഴത് യാഥാർത്ഥ്യത്തിൽ അവര് വർക്ക് ഔട്ട് ചെയ്യാൻ തന്നെ തയ്യാറാവും അല്ലെ. ഗോൾസ് that are very difficult to achieve because their capacity to motivate since it is beyond the capacity of the individual. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഗോള്
അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെ, ബുദ്ധിമുട്ടേറിയ ചലഞ്ച് നിറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയ മോട്ടിവേഷൻ ആ സമയത്തൊക്കെയാണ് ശരിക്കും ബൂസ്റ്റപ്പ് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കേണ്ടത് അല്ലെ. ആ ടൈമിലൊക്കെ എന്ത് ചെയ്യും ഇവര് മീറ്റിങ്ങുകളും അല്ലെ, നമുക്കറിയാം കുറച്ച് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു അല്ലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനെയുള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യും, കൂടുതൽ ഇൻസ്പയർ ചെയ്യാനായിട്ട് കുറെ മോട്ടിവേഷൻ പാക്കേജുകളൊക്കെ ഇവർക്ക് അവൈലബിൾ ആകും. അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യും, ചലഞ്ച് നിറഞ്ഞ ടൈമിലൊക്കെ കൂടുതൽ ഇഷ്ടമായിട്ട് വർക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവര് അല്ലെ എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ചലഞ്ച് ചെയ്യുന്ന ടൈമിലും എന്തായാലും ഇവർക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. ആ ടൈമിൽ ഇവര് ഡിസ്കസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പാരിതോഷികങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാവും. സോ വിഷയം കൂടി കേട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇവര് ശ്രമിക്കും എന്നുള്ളതാണ്. വീണ്ടും ഗോൾ അക്സെപ്റ്റൻസ്. In order to influence the inspiration and the performance, a goal must be internalized by the individual. Okay. In other words, the person has to feel some personal ownership of the goal and must be committed to accomplish it. Okay. നമ്മള് പറഞ്ഞു അല്ലെ, ഇവരെയും കൂടി ഇൻവോൾവ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ ചലഞ്ച് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് മോട്ടിവേഷൻസും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്ത് അവരെ ഒന്നും കൂടി പോഷിപ്പിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യും, എപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യും അല്ലെ, ഞാൻ ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി. ഇൻ കേസ് തൊഴിലുടമയെ പോലെ തന്നെ തൊഴിലാളികളും ഒരു കമ്മിറ്റ്മെന്റോട് കൂടി അല്ലെ, പേഴ്സണൽ ഓണർഷിപ്പ് ഓഫ് ദ ഗോൾ എന്റെയും കൂടി ഒരു കടമയാണ്, ഒരു ഓണർഷിപ്പ് ഉണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ. കാരണം ഞാനും കൂടി ഇൻവോൾവഡ് ആണ്. ചലഞ്ച് വരുമ്പോഴും നമ്മളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു സൊല്യൂഷൻസ് കണ്ടത്, എംപ്ലോയി കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു സൊല്യൂഷൻസ് കണ്ടത്. അതനുസരിച്ച് മോട്ടിവേഷൻ പാക്കേജസ് ഒക്കെ അവർ തരുന്നുണ്ട്. സോ അതനുസരിച്ച് ചിലപ്പോഴെങ്കിൽ സാലറി കൂട്ടി കൊടുക്കും. ആ ചലഞ്ച് പറയുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും പ്രൊമോഷൻ സാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർ ടൈം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 2 ദിവസം വർക്ക് ചെയ്തിട്ട് 1 ദിവസം ലീവ് എടുക്കാൻ അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ചിലപ്പോൾ ട്രിപ്പുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ കുറെ ചലഞ്ച് നിറഞ്ഞ വർക്കുകളൊക്കെ കഴിയുമ്പോൾ അല്ലെ അവർക്ക് ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ പാക്കേജസും കൂടി കൊടുത്തുകൊണ്ടാണ് അവരെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ അവരെപ്പോഴും എന്താണ് മോട്ടിവേറ്റഡ് ആയിരിക്കും. എംപ്ലോയീസ് നമ്മളെ കൂടി എംപ്ലോയർ എംപ്ലോയീസിന്റെ ഡിഫിക്കൽറ്റിയും കൂടി മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരുന്നു. സോ ഒരു ആത്മാർത്ഥത ആ ഒരു ഓർഗനൈസേഷനോട് എംപ്ലോയിക്കും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളാണ്. ഗോൾ അക്സെപ്റ്റൻസിലും അത് തന്നെയാണ് പറയുന്നത്. In other words, അല്ലെ ആ ഒരു മീനിങ് നോക്കാം. In other words, the person has to feel some personal ownership of the goal and must have a commitment to accomplish it. അല്ലെ അവിടെ എല്ലാ പേഴ്സൺസും തൊഴിലുടമയെ പോലെ തന്നെ തൊഴിലാളികളും എന്റെയും കൂടി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഉണ്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് തൊഴിലുടമയെ പോലെ തന്നെ അധ്വാനിക്കാനായിട്ട് എംപ്ലോയീസും തയ്യാറാവുന്ന ഒരു രീതിയിലേക്കാണ് ഇത് എത്തിപ്പെടുന്നത്. സോ ആ ഒരു കമ്മിറ്റ്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ എന്താന്നുള്ളത്? തൊഴിലുടമ മാത്രം നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾ കണ്ടായിരുന്നു അവർക്ക് കുറച്ച് അംഗീകാരം കൊടുക്കണം, ചില നേരത്തെ കുറച്ച് പാരിതോഷികങ്ങൾ കൊടുക്കണം അല്ലെ, കുറച്ച് ആദ്യം ഫുഡും അവരുടെ അല്ലെ ഷെൽട്ടറിന്റെ കാര്യങ്ങൾക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കണം, നല്ല ബിലോങ്ങിങ്സ് അതായത് എല്ലാവരെയൊക്കെ ആയിട്ട് ഒരു ബന്ധം സമൂഹത്തിലൊക്കെ ഒരു ബന്ധം കിട്ടത്തക്ക വിധത്തിലുള്ള അറേഞ്ച്മെന്റ്സ് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ പാക്കേജുകൾ കൊടുക്കണം. കുറച്ചും കൂടി അല്ലെ നമ്മളെ പറഞ്ഞ പോലെ ട്രിപ്പ് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ തൊഴിലുടമ ഇവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടല്ല ഡിസിഷൻ എടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് തൊഴിലുടമ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഗോൾ സെറ്റിംഗ് തിയറിയിൽ അങ്ങനെയല്ല. അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് എവിടെയും എപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. അത് ചലഞ്ച് തരുന്ന കാര്യങ്ങളാവുമ്പോഴും അവർക്ക് മോട്ടിവേഷനും കൊടുക്കുന്ന തരത്തിലുള്ള പാക്കേജുകൾ ഇൻവോൾവ് ചെയ്യുന്നു. ഓക്കെ, അത് അറ്റ് ടൈമിൽ അല്ലെ എപ്പോഴും അവർക്ക് അനുയോജ്യമായിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കമ്മിറ്റ്മെന്റ് കൂടുതലാണ് അല്ലെ, ഓർഗനൈസേഷനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഒക്കെയാണോ? ഇവിടെ ഈ രീതിയിൽ തന്നെ ഒരു പ്രാക്ടീസ് ലെവലിൽ പറയുന്നുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് നടപ്പാക്കണേ എന്നുള്ള കാര്യമാണ് അവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഈ നമ്മൾ പറഞ്ഞ ഈ രീതി അതെങ്ങനെയാണ് നടപ്പാക്കി പോണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. The most clear implication of a goal-setting theory is that the managers should be helping subordinate to set goals that are specific and reasonably difficult, and the subordinate accept and realize as their own. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവര് സ്വന്തം എന്നുള്ള എന്റെ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടാം എംപ്ലോയീസ്. അതാണ് കൺസെപ്റ്റില് വിവരിച്ച് പറയുന്നത്. എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ എന്റെ അല്ലെ മാനേജറിന്റെ അതേ പൊസിഷൻ ലെവലിലേക്ക്, അതായത് മാനേജറിന് എത്രത്തോളം ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള തീവ്രതയുണ്ടോ ആ രീതിയിൽ തന്നെ എംപ്ലോയീസിനും ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലെ. The most clear implication of goal setting theory is that managers should be helping subordinate to set a goal. അപ്പൊ അവർക്കും ആ ഒരു രീതിയിൽ എത്തിപ്പെടാനായിട്ട് ഗോള് സെറ്റ് ചെയ്യാൻ അല്ലെ, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റിനെയും കൂടി ഉൾപ്പെടുത്തുകയാണ്. സ്പെസിഫിക് ആൻഡ് റെസ്പോൺസിബിൾ ഡിഫിക്കൽട്ട് ആൻഡ് ദാറ്റ് സബോർഡിനേറ്റ് ആക്സെപ്റ്റ് ആൻഡ് ഇൻറലൈസ് ആസ് ദെയർ ഓൺ. അല്ലെ, അവരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു, ഡിഫിക്കൽട്ടൊക്കെ ചെയ്യാനായിട്ടുള്ള അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ അവരുടെ സ്വന്തം എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു സ്ഥാപനത്തിനോട് അത് പ്രാകൃതമാകുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ സ്വീകാര്യമായിട്ട് നടപ്പാക്കുന്നത്. Apart from this, there are a number of issues that arise implementation goal setting in practice. പ്രാക്ടീസ് നടപ്പാക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം തൊഴിലുടമ അത്രയും സപ്പോർട്ടിനോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കണം അല്ലെ. അവരുടെ കമാൻഡ് ആൻഡ് ഓർഡർ നടപ്പാക്കുന്ന ഒരു രീതിയല്ല. തൊഴിലുടമയും തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ട് അവരോടൊപ്പം നിന്ന് ഇറങ്ങി തിരിച്ച് അല്ലെ അവരുടെ ദേശീയ പ്രിഫറൻസ് ഒക്കെ മനസ്സിലാക്കി അവർക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ആക്കിയാണ് അവരുടെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കാം. ത്രോ സ്പെസിഫിക് എന്താണ് specificity of a goal is essential and measurability is desirable. It should not affect in identifying meaningful and valid objective measures of goal attainment. ഗോൾ അല്ലെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അല്ലെ നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ കണക്കുകൂട്ടലിലൂടെയാണ് ആ ലക്ഷ്യം അത് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെ ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. എംപ്ലോയീസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം ഈ ലക്ഷ്യം നേടിയെടുക്കേണ്ടത്. ആ ഒരു അളവുകോലൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. മാനേജേഴ്സ് ക്യാൻ സ്റ്റിമുലേറ്റ് ഗോൾ അക്സെപ്റ്റൻസ് അറ്റ്ലീസ്റ്റ് 3 ways. 3 രീതിയിൽ എംപ്ലോയീസ് മാനേജേഴ്സ് അവരിലെ എംപ്ലോയിയില് ഉദ്ദേശിച്ചിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഫസ്റ്റ് നോക്കാം, ബൈ ഇൻവോൾവിംഗ് സബോർഡിനേറ്റ് ഇൻ ദ ഗോൾ സെറ്റിംഗ് പ്രോസസ്. അതായത് ലക്ഷ്യം സ്ഥാപിച്ചെടുക്കുമ്പോൾ അവരെയും കൂടി എംപ്ലോയിനെയും കൂടി പങ്കാളിയാക്കുന്നു. ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് എ സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ടുവേർഡ്സ് ഹിസ് ഓർ ഹെർ സപ്പോർഡിനേറ്റ്. അവന്റെ അല്ലെങ്കിൽ അവളുടെ എന്നുള്ള എന്റെ അല്ലെ ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മനോഭാവമാണ് അവരുടെ ഇടയിൽ കാഴ്ചവെക്കുന്നത്. ബൈ ട്രൈയിങ് വേരിയസ് റിവാർഡ്സ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ഇൻ കേസ് ഗോളുകൾ അല്ലെ നമ്മളിപ്പോ ഒരു നിശ്ചിത അവരെയും കൂടി പങ്കാളിയാക്കി തന്നെ ഒരു ടാർജറ്റ് ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇൻ കേസ് ഇങ്ങനെയുള്ള അവാർഡ്സ് കിട്ടുമ്പോൾ അവർക്ക് ഇന്ന രീതിയിലുള്ള ഇൻസെന്റീവ്സ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഇത്തരത്തിലുള്ള വർക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഈസ് എ managerial technique for improving motivation and performance using goal setting principles. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മോട്ടിവേഷൻ അല്ലെ, പെർഫോമൻസ്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഇതിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിലാളി തൊഴിലുടമയും ഒന്നിച്ചിരുന്ന തീരുമാനങ്ങൾ ഇൻ കേസ് ഡിഫിക്കൽട്ടീസ് വരുമ്പോഴും അവർ ഒന്നിച്ചിരുന്നു കൊണ്ടാണ് അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയിക്ക് എങ്ങനെയെങ്കിലും എത്ര പ്രോബ്ലംസ് വന്നാലും ഈ ലക്ഷ്യം നേടിയെടുക്കാൻ തൊഴിലുടമയെ
അല്ലെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ചില മോട്ടിവേഷൻസ് ഒക്കെ ചില അവാർഡ്സും കാര്യങ്ങളൊക്കെ അവര് കൈകാര്യം ചെയ്ത് പോകുന്നത്. അപ്പൊ താല്പര്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും തൊഴിലുടമയോടുണ്ടാവും, ആ സ്ഥാപനത്തിനോടുണ്ടാവും. അപ്പൊ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ആ പ്രിൻസിപ്പിൾസ്, ആ തത്വമാണ് അവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. ഒക്കെയാണോ? ഇവിടെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടുത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്ന മാനേജീരിയൽ ടെക്നിക്ക്. ഇപ്പം ഇംപ്രൂവിംഗ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് യൂസിങ് ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ. ഗോൾ സ്പെസിഫിസിറ്റി, goal difficulty and goal acceptance. Okay, yeah. Teachers എന്ന് പറയുന്ന കാണാറില്ല, മനസ്സിലാക്കി വയ്ക്കുക എന്താണുള്ളത്. എനിക്ക് പറയുന്നത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പിന്നെ ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ MBOയുടെ അബ്രിവേഷൻ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സെറ്റ് ഗോൾസ് എന്താണ്? ഗോൾ സെറ്റിംഗ് തിയറി സജസ്റ്റ് ദാറ്റ് മാനേജേഴ്സ് ആൻഡ് subordinates should set goals for individuals on a regular basis. Okay, clear ആണോ? Okay ആണോ? Goal setting theory എന്താണെന്നുള്ളത് clear ആണോ? എന്തെങ്കിലും ഡൗട്ടുകള്? ബോറടിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതെന്നുള്ളതാണ് അല്ലെ. അതായത് ഹ്യൂമൻ റിസോഴ്സ് ആണ് അവിടെ കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് നല്ല സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അവരെ കൂടി പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. ഒരു മിഷൻ സ്ഥാപിക്കുകയാണ്. അപ്പൊ ആ മിഷൻ സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കറിയാം ചലഞ്ചസ് ഉണ്ടെന്നുള്ളത്, വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോഴായിരിക്കും ഈ പുതിയ മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ അല്ലെ അവിടെയുള്ള എംപ്ലോയീസ് ഒന്നും വില്ലിങ് ആവണമെന്നില്ല. അപ്പൊ അവരെ കൂടി ഇൻവോൾവ് ചെയ്ത് ഏത് സമയത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ സാധിക്കും, നിങ്ങൾക്ക് എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ആദ്യം ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെ. അവരെയും കൂടി ഇൻവോൾവ് ചെയ്തൊരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമുണ്ടോ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതാ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. അതാണ് അതിന്റെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഈസ് എ മാനേജീരിയൽ ടെക്നിക്. അതൊരു ടെക്നിക്കാണ് സംഭവം. അതായത് സാങ്കേതികപരമായിട്ട് അത് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഇംപ്രൂവിംഗ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് യൂസ് ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ്. ആ ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് സാങ്കേതികപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണത്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ കൂടി എംപ്ലോയി കൂടി ഇൻവോൾവ് ചെയ്തിട്ട് നേടിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വന്നാലും അവര് സഫർ ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതല്ലെങ്കിൽ നമുക്കറിയില്ല അല്ലെ, തൊഴിലുടമ അല്ലെങ്കിൽ സ്ഥാപിച്ചത് നമ്മളോടൊന്നും ഡിസ്കസ് ചെയ്യാതെയാണ്, നമുക്ക് ടൈമിംഗ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് അവരും കൂടി ചോദിച്ച് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കാനുള്ള സാഹചര്യം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവരും കൂടി ഇൻവോൾവ് ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും അവർ ക്യാച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് റിസൾട്ട് നേടിയെടുക്കാങ്ങനെ അവിടെ എംപ്ലോയീസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കും. ക്ലിയർ ആണോ? ആണ് ഇതിലെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോയിന്റ് നോക്കാം. താങ്ക് യു.